മനോഹരന് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടത് ഒക്കെ തേർഡ് പ്രൈസ് വിന്നേഴ്സ് നമ്മളെ ലക്ഷം ടൂർണമെന്റിന്റെ ട്രോഫി സെന്ററിൽ അല്ലേ. പിന്നെ ബൈക്ക് ടൂർണമെന്റിന്റെ അതിന്റെ തൊട്ടടുത്തുള്ളത്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് പറത്തി റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ടീം ഉണ്ടായി. ലക്ഷം ടൂർണമെന്റിലൊക്കെ തന്നെ ഒരുപാട് ടീമുകൾ ഉണ്ടാവില്ലേ. അപ്പൊ ഭയങ്കരമായിട്ട് കൊന്തി. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട പ്രാവള് കാണട്ടോ. ഇത് ജോഡിയൊന്നല്ലട്ടോ, ഇങ്ങനെ ആണും പെണ്ണുമായിട്ട് വരുന്ന പ്രാവാണ്. നല്ല അടിപൊളി ഒരു സുർപ്പുള്ളി സെറ്റായിട്ട് കാണും കേട്ടോ. നമുക്ക് ഇതിനെ രണ്ടോ രസം മുട്ടിയ പ്രാക്കളാണ് അല്ലെ, മസ്ത് പിടിച്ച് എടുക്കാനല്ലേ പ്രാക്കളൊക്കെ. 14 ഹൈ ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ചമ്പ്രവട്ടം പാലത്തിനടുത്തായിട്ട് വരുന്ന ഒരു ലോഫ്റ്റാണ്. ഫ്ലൈ ഫ്രണ്ട്സ് ലോഫ്റ്റിന്റെ പേര് മനോജേട്ടന്റെ കൂട്ടിലാണ്ടെന്നുള്ളത്. നല്ല അടിപൊളി പ്രാവിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാ വീഡിയോയിലും നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ദൂരൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് തുടരുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ അടിപൊളിയായിട്ടുള്ള വീഡിയോകളും തുടരും. അപ്പൊ ഇതാണ് മനോജേട്ടന്. അത്യാവശ്യം എത്ര വർഷമായിട്ട് ഈ പ്രാവ് ഫീൽഡിലെ? പ്രാവ് ഫീൽഡില് ഒരു 6 വർഷമായിട്ട് പ്രാവ് ഫീൽഡിലുണ്ട്. പ്രാവ് ഫീൽഡിന്റെ അതിന് മുന്നേ പ്രാവുകളുണ്ട്. ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ്. പക്ഷെ പറവിലേക്ക് വന്നിട്ട് 6 വർഷമായിട്ട്. ഓക്കെ, 5-6 വർഷമായിട്ട് പറവയിലുണ്ട്. പിന്നെ പ്രൈസിലൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു പൈസ വിട്ട കൊല്ലം മുതൽ പ്രൈസിലുണ്ട്. പിന്നെ ഈ ഇവിടെ കൂടി ലോഫ്റ്റ് പുതിയ സെറ്റ് ചെയ്താണ്. ഒരു വേറെ കൂടായിരുന്നു. ഇവിടെ 3 വർഷം അല്ലേ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് ചോദിച്ചിരുന്ന 3 വർഷമായി ഇവിടെ. അപ്പൊ ഇതൊക്കെയാണ് പോലെ പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ തന്നെയാണ്. പിന്നെ ബ്രീഡിങ്ങിന്റെ സെറ്റപ്പ് പറഞ്ഞാൽ വീട്ടിലാണ് അല്ലെ. വീട്ടിലും ബ്രീഡിങ് സെറ്റപ്പും ഇവിടെ പറത്തുന്ന ലോഫ്റ്റാണ്. പിന്നെ ഒറ്റയാൻ പോരാട്ടാണ്. ഒറ്റയ്ക്ക് പോരാടുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, മൂപ്പരെ പ്രാവളൊക്കെ ഒന്ന് ആദ്യം എടുത്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് ഇപ്പൊ ഒരു 3 വർഷമായിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവ്. അത് 3 വർഷവും 13, 22, 25 വരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 13, 22, 20 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രൈസില് സ്ഥിരമായിട്ട് ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരു ലൈൻ അല്ലേ. ഇതിപ്പോ ഈ വർഗ്ഗങ്ങൾ എടുത്ത് കുറെ വർഷമായിട്ടുള്ളതാ ഉണ്ടല്ലേ. ഇത് ചോരത്തരിയിലാണല്ലോ നമ്മള് പ്രാവ് കണ്ടുവരുന്നേ. 2 ഇതിന് കാട്ടൻ ടച്ചുള്ള പ്രാവാണ്. ഓക്കെ, കാട്ടൻ ടച്ച് ഇതില് വന്നാണ് പ്രാവള്. കാട്ടൻ കലർത്തിയാണ്. മേടപ്പുള്ളിയും കാട്ടൻ തന്നെ. വെള്ളയൊക്കെ കയറ്റിയത് അല്ലെങ്കിൽ സബ്ജയിൽ തന്നെ. അപ്പൊ അത്യാവശ്യം ഉറപ്പുള്ള മെയിൻ ലൈന് അല്ലെ. നമുക്ക് കൂട്ടിലൊന്നിട്ട് കാണിച്ചെടുക്കാം. അപ്പൊ ഇതാണ് മനോജേട്ടന്റെ ഫസ്റ്റ് ലൈന് പ്രാവ് കേട്ടോ. പ്രാവ് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്രാവളാ അല്ലെ. കുറച്ച് ലെങ്ത്തും സൈസൊക്കെ ഉള്ളതാണ്. ഇതാട്ടോ പ്രാവ് വരുന്നേ. ഈ വർഗം കയ്യിൽ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഈ വർഗം 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് കയ്യിലുണ്ട് അല്ലെ. പിന്നെ ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തതാണോ അല്ലെങ്കിൽ ആശാമാർ നിങ്ങൾ ഡെവലപ്പ് ചെയ്തത്? ഓക്കെ, ഇതിപ്പോ ഇതിനെങ്ങനെ പിന്നെ ഇത് കുഞ്ഞന്മാരാണോ അല്ലെങ്കിൽ കുഞ്ഞന്മാരാണ്? കഴിഞ്ഞ കൊല്ലത്തെ അല്ലെങ്കിൽ അല്ല, അത് 3 വർഷമായിട്ട് പറക്കണ കുഞ്ഞന്മാരാണ്. ഓക്കെ, ഇതില് പുതിയ കുഞ്ഞന്മാരെടുത്തിട്ട് അടുത്ത വർഷത്തേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ മെയിൻ സെറ്റ് നമ്മുടെ വീട്ടിലാണ് അല്ലെ. കലർത്തി എടുത്ത പ്രാവളാണ്, ഡെവലപ്പ് ചെയ്ത പ്രാവള് അല്ലെ. ഓക്കെ, അത്യാവശ്യം നല്ല ഹെവി റിസൾട്ട് തന്നെ ഈ പ്രാവില്. പറക്കും. അത് ഇതില്ല ടൂർണമെന്റ് പക്കയാണ്. 13 മണിക്കൂർ നിർബന്ധമായി പറക്കും. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, നമുക്ക് അടുത്ത ഊബർ ലൈന് പേരിന് കൂടി ഒന്ന് എടുത്ത് കാണിച്ചുതരാം. ഇത് പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പ്രാവുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവൻ ടൂർണമെന്റില് 10 മണി ടൂർണമെന്റില് ഫസ്റ്റും സെക്കൻഡും ഒക്കെ വാങ്ങിയ പ്രാവാണ് ഈ പ്രാവല്ലേ. ഇത് നമ്മളിങ്ങനെ വിടുന്ന ടൂർണമെന്റ് ഏതൊക്കെ? ഞാന് MPF ആണ് മെയിൻ. MPF ഒരു പിന്നെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ CPF കോഴിക്കോട്. അതുപോലെ തന്നെ പിന്നെ KPF കണ്ണൂര്. പിന്നെ ഇപ്രാവശ്യം നമ്മള് CPF കൊച്ചി വിട്ടു. ഇനി അടുത്ത മലബാറും വിടാം. നമുക്ക് മലബാർ വിടാം. സാധിക്കട്ടെ. ഓക്കെ, നമ്മളായി പ്രാവിനൊന്ന് ഒന്നുകൂടി പരിചയപ്പെടട്ടെ. ഇത് ചെറുപ്പപ്പള്ളിയിൽ വരുന്നല്ലേ. ഇന്നലെ കണ്ണും കാര്യൊക്കെ വരുന്നേ. ഇതൊരു കലങ്ക തന്നെയല്ലേ പ്രാവിന്? ഇത് ചെറുപ്പപ്പള്ളിയിലല്ലേ? ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ? ഇതിന് വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, കയ്യിലുണ്ട്. പക്ഷെ ഇതില് വേറെ പ്രാവും കുഞ്ഞിനെ കിട്ടിയില്ല. ഈ പ്രാവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിനെ തള്ളക്ക്. ഇതില് അടുത്ത നമ്മള് 10 മണി പറഞ്ഞ പ്രാവ് പറഞ്ഞാല് 10 മണി ടൂർണമെന്റ്
കണ്ണൂര് ഒരു 10 മണി ടൂർണമെന്റിൽ ഇത് ഫസ്റ്റ് പ്രൈസ് വാങ്ങി. പൊന്നാനിയിലെ ഒരു ടൂർണമെന്റില് ഫസ്റ്റ് സെക്കൻഡ് വാങ്ങി. അതിലൊതുങ്ങനല്ല കയറി പറന്ന് അൺലിമിറ്റഡിലേക്ക് കയറി പറന്നു. പക്ഷെ അൺലിമിറ്റഡ് ടൂർണമെന്റിലേക്ക് നമ്മൾ വിട്ടിട്ടില്ല, കൊടുത്തിട്ടില്ല. അത്യാവശ്യം ഹെവി ക്വാളിറ്റി ഉള്ള പ്രാവാണ്. ഇതിപ്പോ നമ്മള് നിങ്ങളെ കയ്യിലിറങ്ങിയ കുഞ്ഞൻ തന്നെയാണോ ഈ പ്രാവ്? അതന്നെ. അപ്പൊ ഇതിനൊക്കെ തള്ളാൻ തന്നെ നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 2 പ്രാവിനെ ഒന്ന് കൂട്ടിലൊന്ന് ഇട്ട് കാണിച്ചു. അല്ല കിടിലം മഴയിരുന്നുണ്ട് കേട്ടോ, അടിച്ച പൊളിച്ച് മഴയിരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വെട്ടുപ്രാവളാണ്, മനോജേട്ടന്റെ വെട്ടുപ്രാവാണ് കേട്ടോ ഇവിടെ മേലുള്ളത്. ഇത് പുറത്തിട്ടു പോലെ മനോജേട്ടാ? അത് ഞാൻ വരുമ്പോ ചിലപ്പോ പുറത്തേക്ക് ഇടും. പിന്നെ പ്രാവ് ഇറങ്ങുന്ന പറഞ്ഞാല് ഇതിന്റെ മുകളിലാണ് വളക്കൂട് പോയല്ലേ? ഇത് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കളം നോക്കിട്ടോ, തെങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് എന്നാലും കുഴപ്പമില്ല, മൈൻഡുള്ള പ്രാവളാണ്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാ ഇപ്പൊ കണ്ട ബേർഡ് ഇട്ടോ. 2 മനോജേട്ടന് ഇവിടെ ഇറങ്ങിയ കുഞ്ഞന്മാർ തന്നെയാണ്. ഇതില് ആ പുള്ളി മേടക്ക് പുള്ളി വരുന്ന പ്രാവ് അൺലിമിറ്റഡ് ലൈനിൽ തന്നെ കയറി പറക്കാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള പ്രാവാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ മനോജേട്ടൻ ഇപ്പൊ വർഷങ്ങളായിട്ട് വിട്ടുകൊണ്ടിരുന്ന അതില് പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഓരോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണ് കേട്ടോ. ഇത് നമ്മള് 10 മണി പറവ അല്ലെ? 10 മണി പറവ ഇതാട്ടോ, ചെമ്പ്രവട്ടം സ്കൈ ഫ്രണ്ട്സ് ചെമ്പ്രവട്ടം. ഇനി ഇത് 9-1 ഇത് ഇതാ ഇതിൽ കാണുന്നുണ്ട് 12-13-23 കേട്ടോ. ഇതൊക്കെ നമുക്ക് പ്രൈസ് ഇല്ലല്ലേ? ഓക്കെ, ഇതില് ഓരോ ടൂർണമെന്റ് ഇതല്ല 13-27. ഇത് ഏത് പ്രാവ് പറഞ്ഞു? സബ്ജവർഗ? ഈ 27 പറഞ്ഞത് സബ്ജവർഗല്ല, അതൊരു വെള്ളയായിരുന്നു. വെള്ളയില് അല്ലേ? അത് നമ്മളെ കയ്യിലുണ്ട് അപ്പൊ ലൈനേജ്. ഓക്കെ, പിന്നെ ഇത് വരുന്നത് 9. ഇത് സംഭവിച്ചാല് കുറച്ച് പിന്നെ ഇവിടെ ശ്രദ്ധിക്കാതെ വെച്ചിട്ട് കുറച്ച് ഡാമേജ് പിടിക്കാം കേട്ടോ. ഇത് 9-21 കേട്ടോ. ഇതൊക്കെ 10 മണി പറവ കേട്ടോ. പിന്നെ അത്യാവശ്യം എല്ലാത്തിലും ടൂർണമെന്റ് വിടുന്നുണ്ട് എല്ലാ വർഷവും അല്ലെ? തുടർച്ചയായിട്ട് 13-5 കേട്ടോ ഇതില് വരുന്നത്. പിന്നെ വരുന്നത് 13-11 13+ എല്ലാത്തിലും പറന്നു കൊടുത്തിട്ടുണ്ട്. ഇത് 13-22 കോഴിക്കോട് കമ്മിറ്റിക്കാണ് വിട്ടത്, കാലിക്കറ്റ് PGN പ്ലെയർ അസോസിയേഷൻ. പിന്നെ വരുന്നത് ഇതാ മലപ്പുറം PGN. ഇത് നമ്മളെ ബാസിത്തിന്റെ കമ്മിറ്റിയാ അല്ലല്ലോ, കൊണ്ടോട്ടിയുള്ള? ഓക്കെ, ഇത് വരുന്നത് പൊന്നാനി അല്ലേ? പൊന്നാനി ടൂർണമെന്റില്. ഇതൊക്കെ അത്യാവശ്യം 9-19 കേട്ടോ. എല്ലാത്തിനും ടൈം കൊണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ട്രോഫി ഇത് പിന്നെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടു പോയി മൂപ്പർക്ക്. പിന്നെ ബൈക്ക് ടൂർണമെന്റിൽ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് 13-27. പിന്നെ 1 ലക്ഷം ടൂർണമെന്റ് ഫസ്റ്റ്. 1 ലക്ഷത്തിന്റെ 1 ലക്ഷം ടൂർണമെന്റില് ഫസ്റ്റ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോ കണ്ട അതാണ് കോഴിക്കോട് 13-23 ഒക്കെയാണ്. ഓക്കെ, അത് പിന്നെ കുറച്ച് ടൈം ആയതുകൊണ്ട് അതിന്റെ ഒരു ലാമിനേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലേ? പിന്നെ എഴുതിയതാണ്, എഴുതിയില്ല, എഴുതിയ കാരണം മഞ്ഞു പോയതാ. ഓക്കെ, അപ്പൊ പ്രിന്റ് ഇനി ടൂർണമെന്റ് ഒക്കെ വിടുന്ന ആള് പിന്നെ പ്രൈസും കാര്യങ്ങളും കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. പ്രിന്റ് എടുത്തിട്ട് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. എഴുത്ത് ഒഴിവാക്കിയിട്ട് ഈ ടൈമും കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ എത്ര വർഷം ജീവിക്കുന്നു അത്ര വർഷത്തോളം നമുക്ക് സൂക്ഷിക്കാനുള്ള ഒരു സാധനം കൂടിയാണല്ലോ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് വീണ്ടും മൂപ്പരെ പ്രാവുകളൊക്കെ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. ഇത് പ്രാവശ്യം ടൂർണമെന്റ് വിട്ട പ്രാവാണ്. ഇത് പിന്നെ നമ്മൾ ടൈം വെച്ചിട്ട് ഔട്ടായി. പക്ഷെ പ്രാവ് പറഞ്ഞ് ഫുള്ളായിട്ട് പറഞ്ഞ് ലോങ് അടിച്ചു പോയി. ലോങ് അടിച്ച് കുറെ സമയം പിടിച്ചു വരാൻ കമ്പയർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ടൈം ഔട്ട് ആയതാണ്. ഇതില് പിന്നെ എങ്ങനെ വലിച്ചില്ല പറവ? പറവ വലിച്ചില്ല, ഓവർ വലിച്ചില്ലായി. ഇതിപ്പോ നിങ്ങളിപ്പോ എടുക്കുന്ന പ്രാവ് ഒരു തള്ളന് തന്നനും കുട്ടിയല്ല, സെറ്റാക്കി വിടുന്ന പ്രാവ്. ആ പറവക്ക് വിടുന്ന സെറ്റാണ് മൂപ്പർ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ സെറ്റ് നമ്മൾ ആദ്യം മറ്റൊരു സെറ്റ് ഒരിക്കലും മാറ്റി വിടില്ല. അപ്പൊ ആ പ്രാവിന്റെ യഥാർത്ഥ പെർഫോമൻസ് കാണിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിന് ആദ്യം നമ്മളൊരു പറവക്ക് ഈ തുടങ്ങുമ്പോ നമ്മൾ ഈ പ്രാവിനെ സെറ്റ് ഒപ്പിക്കാണ് വേണ്ടത് അല്ലേ? നമ്മളിപ്പോ കൂട്ടത്തിൽ ഇങ്ങനെ വിട്ടുവെക്കും ആദ്യം. അപ്പൊ അതിൽ നമുക്ക് ഒരുപോലെയുള്ള ചെറുകടി നമുക്ക് ഏകദേശം മനസ്സിലാവണല്ലോ. എക്സ്പീരിയൻസ് ആണ് മെയിൻ. അതിലിങ്ങനെ പ്രാവിനെ ഒരുപോലെ പറക്കണതും ഒരുപോലെ വലിച്ചിട്ട് വരണതും ഒരുപോലെ നമ്മൾ കാണുമ്പോ മനസ്സിലാക്കുമ്പോ നമ്മൾ ആ പ്രാവുകളെ മാത്രം പിന്നെ ഒന്ന് കൊണ്ടുവരും. അപ്പൊ കൊണ്ടുവരുമ്പോ ലെവലാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പ്രാവിനായിട്ട് മാത്രം കളിക്കുള്ളൂ. മറ്റേ പ്രാവുകളൊന്നും പറവില്ലാഞ്ഞിട്ടല്ല, ഇതില് സൂട്ടാക്കി കളിക്കില്ല. പിന്നെ ഈ സെറ്റ് മാത്രം മാറ്റി വെച്ചിട്ട് ഇവരായിട്ട് മാത്രം കളിക്കുള്ളൂ. ഇപ്പൊ ഒരു ദിവസങ്ങളിൽ പ്രാവിനെ വിടുമ്പേ ഒരു പിന്നെ എത്ര പ്രാവിനെ മാക്സിമം വിടും?
ഈ ടൂർണമെന്റ് സമയത്ത് നമ്മൾ 2 പ്രാവശ്യം തന്നെ ഇട്ട് കളിക്കുള്ളൂ. അതല്ലാത്ത സമയത്ത് നമുക്ക് ടൈമിലേക്കൊക്കെ നേരായിട്ട് പ്രാവ് വെക്കോ പറക്കാന് ചില ഇപ്പൊ 3 പ്രാവ് അല്ലെങ്കിൽ 4 പ്രാവ് ഒരുമിച്ച് വിട്ടിട്ട് ടൈം ആക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സമയമാക്കല്ലേ. അങ്ങനെ സമയം ആക്കണത് ഇപ്പൊ നമുക്ക് ഒരു 10 മണി കൊടുക്കാണ്ട് ഒരു 4 മണി കൊടുക്കാണ്ട് അങ്ങനെ വിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോ 6, 7, 8 പ്രാവ് ഉണ്ടാവും. അതുപോലെ സെറ്റിൽ തന്നെ പറക്കും. അതങ്ങനെ തന്നെ പറക്കും. സെറ്റ് പൊട്ടി കൂടി അതാണ് ഇങ്ങനെ വിടുന്നതിന്റെ ഒരു പ്രത്യേകത. ഒരു 8 മണിക്ക് 2 വിട്ടു, 10 മണിക്ക് 2 വിട്ടു, 2 മണിക്ക് 2 വിട്ടു വെച്ചാല് ആ സെറ്റ് തന്നെ പിടിച്ച് പറക്കുള്ളൂ. അതായത് പ്രാവിന്റെ ക്വാളിറ്റിയാണ്. അങ്ങനെയുള്ള പ്രാവ് തമ്മിൽ കണ്ടിട്ടുള്ള പരിചയം അവരായിട്ട് മാത്രമേ ലിങ്ക് ഉള്ളൂ. ഓക്കെ. പിന്നെ നമ്മള് ഇപ്പൊ ഒരു 10 മണിക്ക് വിടുന്ന ഇപ്പൊ നമ്മള് ഒരു പ്രാവ് സെറ്റാക്കി കൊണ്ടുവരാണ്, ടൈമൊക്കെ കയറ്റി കൊണ്ടുവരാണ്. അപ്പൊ 12 മണിക്ക് കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ബൈ ചാൻസ് ഒരു പ്രാവിന് എന്തെങ്കിലും ഒരു ഇതക്കേട് സംഭവിച്ചാൽ നമ്മൾ ചുറ്റിപ്പിന്റെ ടൈമിനോ അല്ലെങ്കിൽ പറവക്ക് വിടുന്ന സമയത്ത് എന്തെങ്കിലും ഇതക്കേട് സംഭവിച്ചാൽ റിസർവ് ആയിട്ടൊരു പ്രാവിനെ നിങ്ങൾ കാണും. ഞാൻ ആ സെറ്റിനെ മാറ്റി വെച്ചിട്ട് കളിക്കുള്ളൂ. പുതിയ സെറ്റില് പുതിയ പറവ് വിടും. മറ്റേത് വേറെ പ്രാവിനെ കയറ്റി കൊടുക്കൂല. അത് അവരെ തന്നെ അത് അവരെന്താണ് അത് 2 കൂടി സെറ്റ് ആവും, പിക്കപ്പ് ആവണ്. ആ സമയത്ത് അതിന് പറവ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ഇത്ര 2 പ്രാവുകളുണ്ടെങ്കിൽ നമുക്ക് എന്താ ടൈമൊക്കെ കാക്കുമ്പോ പ്രാവ് എവിടെയും മാറി ചവിട്ടില്ല കേട്ടോ. വലുതാ ഈ ടാങ്കിന്റെ മുകളിൽ നിന്ന് ഈ ഒബായക്കുടുംബക്കും ഈ ഒബായക്കുടുംബം അങ്ങോട്ട് മാത്രമേ അടിച്ച് പറക്കുന്നുള്ളൂ. പ്രാവിനെ ഇറക്കാനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള 2 പ്രാക്കളാട്ടോ മൂപ്പര് സെറ്റ് ചെയ്ത് വെച്ചവിടെ. ഇപ്പൊ നമ്മള് കണ്ട 2 പ്രാവുകളാണ് കേട്ടത്. വലിച്ചില് കൂടുതലുള്ള ലൈന് പ്രാവാണ്. ഇത് നമ്മള് കയറയിൽ പെട്ട പ്രാവാണോ? ഇത് രണ്ടും എങ്ങനെയാണ്? അല്ല, രണ്ട് സൈസ് പ്രാവാണ്. ഇത് സബ്ജമായി ഈ പ്രാവ് ഈ വലത്തെ സൈഡില് ഇപ്പൊ ഈ ഫ്രണ്ടിൽ വന്നല്ലേ. മറ്റൊന്ന് കയറ വകുപ്പില്ലേ. രണ്ടും മെയിലാണ്. ഒരു സെറ്റിൽ വിടുമ്പോ ആണും പെണ്ണുമായിട്ട് വിടും, അല്ലെങ്കിൽ മെയിലാണ് മെയില്. 2 മെയില് തന്നെ വിടില്ല. അത് കൂടുതൽ റിസ്ക് ആയിക്കൂല. മറ്റത് ഞാൻ അങ്ങനെ കളിച്ചില്ല. ഓക്കെ. അപ്പൊ ഒരു സെറ്റിൽ വിടുമ്പോ ആണാണെങ്കിൽ ആൺപ്രാവിന് തന്നെ വിടും, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ തന്നെ വിടും കേട്ടോ മൂപ്പര്. അപ്പം എന്ത് ചെയ്യാ, ഇതാണ് 2 പ്രാവള്. വലിച്ചിൽ കൂടുതലാണ് ഈ ഒരു സെറ്റിൽ കേട്ടോ. സെറ്റ് പറഞ്ഞാല് ഈ സെറ്റിൽ വിടുന്ന പറവക്ക് വിടുന്ന സെറ്റാണ് കേട്ടോ. ബ്രീഡിങ് സെറ്റ് അല്ല, ഇവര് പറത്താൻ വിടുന്ന സെറ്റാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാ, ഇനി അടുത്തൊരു വർഗം കൂടി എടുത്ത് കാണിച്ചു തരാം. ഇത് ഏതാ വർഗം വരുന്നേ? ഇത് പിന്നെ ധാരാളം പ്രാവ്. ഓരോ സ്ഥലത്ത് ഓരോ പേരാളെ. മോത്തുള്ളി, ധാര, തലപ്പുള്ളി ഒക്കെ പറയും. ഞാൻ തലപ്പുള്ളി എന്നാണ് ഞാൻ പറയാ. തലപ്പുള്ളി പ്രാവ് അല്ലെ. ഇതിപ്പോ നിങ്ങള് പിന്നെ ഈ ഒരു സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇത് 2 പെൺപ്രാവാ. ഇപ്രാവശ്യത്തെ കുട്ടികളാ. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഇവരെ പറപ്പിച്ച് നോക്കിയപ്പോ ഒരു നല്ല പറവേ. ഇത് സെറ്റ് നമ്മളെ കയ്യിലുള്ള ഇതിന്റെ ആൺപ്രാവാണ് ഇപ്പൊ രാത്രിക്ക് കയറി പറഞ്ഞത്. ഓക്കെ. അതില് പ്രാവിന് സെറ്റ് ആക്കി അല്ല, ആ പ്രാവിന്റെ താഴെയുള്ള കുട്ടികളാണ്. ഓക്കെ. ഇതിന് താഴെ വന്നേ. ഓക്കെ. നല്ല അടിപൊളിയായിട്ടുള്ള 2 പെൺപ്രാവുകളാണ്. ഇതിപ്പോ നമ്മൾ എത്ര പറത്തി വെച്ചതിലെ? ഇതിപ്പോ 10 മണി ഫിനിഷ് ചെയ്തതാണ്. 10 മണിയിലെ. അപ്പൊ ഇങ്ങനെ പ്രാവിന് കൊഴിച്ചിലായി. മാറ്റി വെച്ചാ നെക്സ്റ്റ് ഇയറിലൊക്കെ നമുക്ക് കളിക്കാം. അടുത്തൊരു ധൈര്യത്തിൽ കളിക്കാം. കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 10 മണി ഫിനിഷ് ചെയ്ത് നല്ല നമുക്ക് വിചാരിച്ച സമയത്ത് പ്രാവ് കയ്യിൽ കിട്ടും, ഒതുങ്ങി കിട്ടും. കണ്ടീഷനിലാക്കി വെച്ച് നമ്മൾ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. പ്രാവ് ഇറങ്ങി തരണം. അത് ഇറങ്ങി നമ്മൾ 5 മിനിറ്റിനുള്ള കൂട്ട് കയറ്റണം. എന്നാലും നമുക്ക് അതിനൊരു സാറ്റിസ്ഫൈഡ് ആവും. നമ്മൾ ഒറ്റയ്ക്ക് ആവുന്ന സമയത്ത് എന്താന്ന് വെച്ചാല് നമുക്ക് പെട്ടെന്ന് കൂട്ടിലാക്കി നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരാളവിടെ നിർത്തിയുമ്പോ പോവാ, പ്രാവ് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി കൂട്ട് കയറിക്കോട്ടെ വിചാരിക്കാം. അതൊരു പട്ടാളം കിട്ടുന്ന പോലെ ആവണം. നമ്മൾ എന്ത് ചെയ്യാ, കൂട്ടിൽ വന്നിട്ട് കാണിച്ചു. ടൂർണമെന്റ് ഓക്കെ. ഇതാണ് നമ്മള് ഇപ്പൊ കണ്ട 2 ധാരവർഗം പ്രാവ് കേട്ടോ. പ്രാവുകളെ 10 മണിക്ക് മനോജേട്ട ഇട്ട് പിടിച്ച പ്രാവാണ്. അടുത്ത വർഷത്തേക്ക് എന്തായാലും നല്ലൊരു പ്രൈസിലും ടൂർണമെന്റിലും ഒക്കെ വരട്ടെ നമുക്ക് ആശംസിക്കാം ഈ പ്രാവ് കേട്ടോ. നല്ല ഒരു വർഗം പ്രാവ് തന്നെയാണ് 2ഉം. അപ്പൊ നിലവിൽ ഇതിന്റെ വർഗത്തിൽ തന്നെ അൺലിമിറ്റഡ് വരെ സെറ്റായി പറക്കുന്ന ഒരു ലൈനും കൂടിയാണ് കേട്ടോ. ഇപ്പൊ പ്രാവിന്റെ ഫീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളെ സീസൺ കഴിഞ്ഞാലും സീസണിലും എങ്ങനെയൊക്കെയാണ്? സീസണിന്റെ സമയത്ത് പിന്നെ നമുക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള പിന്നെ ഫുഡുകൾ കൊടുക്കും. ബദാമൊന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കില്ല. കുറച്ച് കടല കൊടുക്കും. നമ്മള് നിലക്കടലാണോ അല്ലെങ്കിൽ കപ്പലണ്ടി പറഞ്ഞേ? അതല്ല നിലക്കടല. നമ്മള് കറി വെക്കുന്നേ, കറി വെക്കുന്നതാണല്ലോ. കറുത്ത കടല അതാണ് കൊടുക്കുക. അതിപ്പോ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒരു പറവയില് സ്റ്റാർട്ട് ചെയ്യുമ്പോ പിന്നെ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ ഒരു
5 മണി പറവല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കല്. അതെ, ഒരു വിട്ടുകൊണ്ടിരുന്ന പ്രാവിന് അത് എത്ര മണിക്കൂർ ആയി കഴിഞ്ഞാലാണ് നിങ്ങൾ കടലമ്മക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? കടലമ്മയ്ക്ക് നമുക്കൊരു പിന്നെ ഒരു 2 മണിയൊക്കെ പിടിച്ചു കഴിഞ്ഞാല് ഞാൻ കടലമ്മയ്ക്ക് കടല ഒരു കുറച്ച് 10 പീസ് അങ്ങനെ അതിന്റെ കണക്ക്? അത് ഒരു 10 പീസിന് ആദ്യം കൊടുക്കുള്ളൂ. പിന്നെ നമ്മൾ പറവലിക്കൊണ്ട് വരുമ്പോ ഒരു 16 പീസ് വരെ കൊടുക്കും. ഒരു 17 പീസ് ഒന്നും കൊടുക്കലില്ല. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ അതിന്റെ കൂടെ എന്താണ് എന്താ കൊടുക്കല്? മറ്റേ പച്ചച്ചോളം കമ്പംപുല്ല് തന്നെ. ഓക്കെ. അതും പിന്നെ കടല് അത് മാത്രമേ ഈ 13 വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതാവുമ്പോ ആവശ്യം ഉണ്ടെങ്കിൽ ചില ടൈമിൽ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. കൊടുത്താൽ നമുക്ക് ക്ലൈമറ്റ് ചിലപ്പോ ചൂടുള്ള സമയത്താണെങ്കിൽ ഇപ്പത്തെ അന്തരീക്ഷം പറയാന്നുണ്ടെങ്കിൽ ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിലാണ്. നമ്മളിപ്പോ ചിലപ്പോ നമ്മള് ബദാമൊക്കെ കൊടുത്ത് ഫിറ്റാക്കി കിട്ടണമെങ്കിൽ നാളെ പൂര വെയിലാണെന്നുണ്ടെങ്കിൽ പ്രാവ് നിന്നോളുന്നില്ല. അപ്പൊ ഞാൻ അതുമ്പോ കളിച്ചില്ല. നമ്മൾ എന്ത് ഫുഡാ കൊടുക്കുന്നത് കൃത്യം നേരത്തെ കൊടുക്കാന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്തരവാദിത്വം. കറക്റ്റ് ഇത് കൊടുക്കുക. പിന്നെ പ്രാവ് ഹെൽത്തിയാണ് നോക്കുക. പ്രാവ് വിടുന്നതിന് ഞാൻ ചെയ്യണമെന്ന് കുത്തി തീറ്റിക്കാണ് കൂടുതൽ. അല്ലാതെ നമ്മള് ഊതി കൊടുക്കുന്ന പരിപാടിയില്ല. അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവര് കഴിക്കുക, കൂട്ടത്തിലിട്ട് കൊടുക്കൂല. ഈ തമ്മിൽ തല്ല് ഇപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്ത് പറഞ്ഞാൽ ഓരോ കള്ളിക്കും ചെറിയ പാത്രങ്ങൾ വെച്ചു കൊടുത്തു. അപ്പൊ ഇതേമാതിരി തന്നെ നമ്മൾ കൊടുക്കുന്നത് ഫുഡ് തന്നെ ഫുഡ് ഇല്ല വെള്ളത്തിട്ട് പുതിർത്തുന്ന പരിപാടി ഇല്ല. സാധാരണ ഇങ്ങനെ ഫുഡ് കൊടുക്കുക, പിന്നെ അതിൽ വെള്ളം വെച്ചു കൊടുക്കുക. ഒബായക്കൂട്ടിന് സെപ്പറേറ്റ് ഒന്നായിട്ട് ഇട്ട് അങ്ങനെ ഒരുമിച്ച് തിന്നാൻ കൊടുക്കില്ല. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ആരോഗ്യമുള്ളവര് തമ്മിൽ തല്ലിട്ടൊക്കെ അവര് കൂടുതൽ ഫുഡ് അടിക്കുമ്പോൾ ഇത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. ഓരോ പ്രാവിനും ഇങ്ങനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് പ്രാവിനെ ഫുൾ ടൈം പിടിക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ള തീറ്റ എടുക്കുള്ളൂ. കൊത്തി തിന്നുമ്പോൾ എനർജി വേറെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ കൂട്ടിക്കിടുന്ന സമയത്ത് ഈ പറവക്ക് വിടാനുള്ള പ്രാവ് നമ്മൾ ഒന്ന് വെയിലൊള്ളിക്കൂല്ലേ ഒരുമിച്ചിട്ടിട്ട് ഓരോന്ന് തമ്മില് ആ 2 പ്രാവിന് മാത്രം. അത് എല്ലാതിനും കൂടി വെയിലൊള്ളിക്കില്ല. പിന്നെ ഉപായ കൂടെ ഉണ്ടല്ലേ, ഒരു ചെറിയ കൂടെ മാത്രമേ അതിലെ 2 പ്രാവിന് മാത്രമേ ഇടുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഒരു കുഞ്ഞന്മാരായി പ്രാവില്, ആ കുഞ്ഞന്മാരെ നമ്മൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ട്രെയിനിങ്? സീറോ കളർ കുഞ്ഞന് നിങ്ങൾ എടുത്ത് ഇറങ്ങി, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് അതിനെ പറവ തുടങ്ങുന്നത്? സീറോകളിൽ കുഞ്ഞപ്പം നമ്മള് ട്രെയിനൊക്കെ കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ആദ്യം ഇളക്കി ഒന്ന് ഇറക്കി വിടും. അതായത് രാവിലെയാണ് നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈകിട്ടാണ്? ഈ സീറോ കളി കുഞ്ഞന്മാർ ഞാൻ രാവിലെ എന്താ വെച്ചാല് അത് പിന്നെ ഒരു ബുദ്ധി ഇറക്കാന്നല്ല. വെച്ചാല് ചിലപ്പോ പ്രാവ് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന് തന്റെ ഇടം ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രാവ് വൈകുന്നേരത്തിനുള്ളിൽ നിർബന്ധമായും വരും. അങ്ങനെ നിർബന്ധമായി വരുന്ന പ്രാവുകൾ ഒന്നാമത് ചട്ട ഫ്രീ ആയിട്ടുണ്ടാവും. ഓൾറെഡി ഇളക്കിയിട്ടുണ്ടാവും. പ്രാവ് എത്രത്തോളം പറക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അത്രത്തോളം ആ പ്രാവ് പറന്നിട്ടുണ്ടാവും. പിന്നെ ആ പ്രാവ് നമ്മളെ കറക്റ്റ് നമ്മളെ കൂട്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അതിന് ബുദ്ധി ഉറച്ച് ആ പ്രാവിനെ മിസ്സാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഒരു 2 മണിക്കൂറൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രാവിനെ പിന്നെ നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രാവിന് പറപ്പിക്കും. രാവിലെ 2-3 മണിക്കൂറൊക്കെ പറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കുക ചെയ്യാം. പിന്നെ വെട്ടിയിട്ട് വലിച്ചൊപ്പിച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരം പിന്നെ വലിച്ചൊപ്പിച്ചതിന് ശേഷം പ്രാവിന് വിട്ടുള്ളൂ. അത് മിക്കവാറും ഇപ്രാവശ്യം അങ്ങനെ കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്രാവശ്യം തന്നെ വിട്ടോളുന്നില്ല. അടുത്ത വർഷത്തേക്ക് അപ്പൊ ഒന്നുകൂടി പക്വതാവും. അപ്പൊ പിന്നെ അങ്ങനെയാണ് ഇപ്പൊ മനോഹരന്റെ ട്രെയിനിങ് ചെയ്ത് പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോ ഓരോരുത്തർക്കും ഓരോ കൂട്ടിലും ഓരോ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ആ രീതിയാണ് ഇപ്പൊ മനോഹരന്റെ അമൗണ്ട് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോ ഓരോരുത്തർക്കും ഓരോ ഈ ഇതുണ്ടാവുമല്ലോ, ഒരു പ്രചോദനമായിട്ട് വരുന്ന ഒരാള്, ഒരു വ്യക്തി. നിങ്ങൾ ഈ പ്രാവ് ജീവിതത്തിൽ ഇപ്പൊ ബന്ധപ്പെട്ട ആരാണ്? പ്രാവ് ജീവിതത്തിൽ ബന്ധപ്പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ MPF പൊന്നാനിന്റെ ഇപ്പത്തെ സെക്രട്ടറി, MPFന്റെ നെടുന്തൂണായിട്ടുള്ള പ്രൈനിൽ തന്നെയാണ് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ചെറുപ്പത്തില് പ്രാവുകളുണ്ട്, ഈ നാടൻ പ്രാവുകളുണ്ട്. അതിന്റെ ഇടയിൽ 1-2 പ്രാവുകൾ നമുക്ക് അറിയില്ല. ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇവിടെ ചുറ്റോടത്തൊക്കെ അങ്ങനെ ദുർലഭമായിട്ട് പ്രാവുകളുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മള് പ്രാവുകളും പറക്കാം. അങ്ങനെ നോക്കിക്കണവരാരോ ആ സമയത്ത് നമ്മളെ തൊട്ടടുത്തൊരു കൂട്ടുകാരൻ പിന്നെ അതേപോലെ പ്രാവിനെ ടൂർണമെന്റിലേക്ക് വിടലൊക്കെ തുടങ്ങി. അതിങ്ങനെ കാണാൻ പോയി നോക്കും. അപ്പൊ ആ സമയത്ത് ഫ്രണ്ടില് പിന്നെ ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഫ്രണ്ടിലായിട്ട് പരിചയപ്പെട്ടിട്ട് പിന്നെ എനിക്ക് അമ്പയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഒരു 1-2 വർഷം അമ്പയറിങ്ങിന് പോയി. അപ്പൊ എന്നോട് പറഞ്ഞ മനേട്ടാ നിങ്ങള് പ്രാവ് വെക്കി, ഞാൻ പ്രാവുകളൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പഴയ പ്രാവുകളൊക്കെ കംപ്ലീറ്റ് അവൻ തന്നെ കടയിൽ കൊണ്ടേ കൊടുത്തു, ഒഴിവാക്കി 2 സെറ്റ് പ്രാവൊക്കെ തന്നു. ആ കൊല്ലത്തില് ഞാന് 13-23 പറപ്പിച്ചു. ആ കൊല്ലത്തിൽ ഒറ്റ പ്രാവ് പറഞ്ഞു. ആ വർഗത്തിൽ ഇപ്പൊ പ്രാവുണ്ട് പ്രാവുണ്ട്. നമ്മൾ കാണിച്ചു കൊടുത്തില്ല, വീട്ടിലാണ്. വീട്ടിലാണല്ലേ.
പ്രാവ് നമ്മള് കീപ്പ് ചെയ്തുകൊണ്ടുവരുന്നുണ്ട്. ഓ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാല് നമ്മളെ പ്രിൻലേട്ട തന്നെ ഒരു സംശയമില്ല. പ്രാവിന്റെ ഫീൽഡില് ഗുരു. ഓക്കെ ഓക്കെ. ചില വിശ്വസിക്കാം. അത് ഗുരു എന്ന് പറയുമ്പോ ആർക്കും മോശമായിട്ട് തോന്നുന്നത് ഒരു ആശ എന്നുള്ള എനിക്ക് പറയാം. ചെറുപ്പൊന്നുമില്ല, അതാണ് ഏറ്റവും വലിയ സംഭവം. തീർച്ചയായിട്ടും. ചിലപ്പോൾ വയസ്സിന് മൂത്ത ആളായിരിക്കും, മറ്റേ വയസ്സിൽ കുറവുള്ള ആളായിരിക്കും വയസ്സിന് മൂത്ത ആൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു നോളജാണ് ഈ പ്രാവ് ഫീൽഡ് എന്ന് പറഞ്ഞാല്. പലർക്കും പല നോളജാണ്. ചിലപ്പം നമ്മളെക്കാൾ അറിവ് മനോജേട്ടനുണ്ടാവും, മനോജനേക്കാൾ അറിവ് വേറൊരാൾക്കുണ്ടാവും. അപ്പൊ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോ ചെറിയൊരു മൈനോട്ട് കഴിക്കും നമ്മൾ പ്രാവ് പറക്കാതിരിക്കാനുള്ള കാരണം. അപ്പൊ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ ഒരു 100% ഒരു പറവയിലോട്ട് പ്രാവിനെ കൊണ്ടുവരാൻ കഴിയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കുറച്ച് പ്രാവ് കൂടി ഉണ്ട്, അതിനും കൂടി പരിചയപ്പെടട്ടോ. ഇതെന്നാ വർഗം? ഇത് നമ്മള് സ്ഥിരമായിട്ട് ഒരു 3 വർഷം പറഞ്ഞ കാണിച്ചല്ലോ ഫസ്റ്റ്. അപ്പൊ അതിൽ തന്നെ അത് അച്ഛനെ മാറ്റിയിട്ട് എടുത്ത പ്രാവുകളാണ്. അത് ഇപ്രാവശ്യം കുഞ്ഞന്മാരെ പിടിച്ചാണ് പ്രാവുകളെ. പ്രാവശ്യം പറഞ്ഞാണ് പ്രാവ് 10-11 മണിക്കൂറോളം പ്രാവ് പറഞ്ഞു. ഈ പ്രാവ് ടൂർണമെന്റിലേക്കല്ല, പറപ്പിച്ച് മുറിച്ച് വെച്ചാണ്. വർഷം ധൈര്യത്തിലേക്ക് ഉപയോഗിക്കാം. ഇതിപ്പോ ഞാൻ ചോദിക്കണേ, ഇതിന്റെ കണ്ണ് മാറ്റണ്ടേ? ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട ആ വർഗത്തിലാണ് ഈ പ്രാവ് വന്നത്. അപ്പൊ ഈ പറയലൊന്നും മാറ്റങ്ങളുണ്ട്? ഒരു മാറ്റമില്ല, ഇല്ല, ഒരേ ടൈപ്പ്. ഒന്ന് കടുപ്പ്, നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞ കടുപ്പ് കുറവ്, കടുപ്പ് കൂടുതൽ ആദ്യത്തെ പ്രാവ് അങ്ങനെ. ഓക്കെ. ആ സെറ്റിൽ തന്നെ അങ്ങനെ തന്നെ കിട്ടി നമുക്ക്. അപ്പൊ ഇതിലും ഒരു ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റുന്ന സബ് വകുപ്പാണ് നമ്മുടെ കയ്യിലുള്ള. അപ്പൊ ഓക്കെ, നമ്മൾ ഇതെന്ത് ചെയ്യാം, ഈ കമ്പ്യൂട്ടറിൽ നിന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട 2 സബ്ജക്ട് പ്രാവ് കിട്ടോ. പ്രാവ് ഇത് ഇപ്പൊ എത്ര കൊല്ലം ഉണ്ടാവും? ഇത് 10 കൊല്ലം കുട്ടിയതാണ്. 10-11 മണിക്കൂർ ഓട്ടിയില്ല, 20 മണിക്കൂർ ഓട്ടിട്ട് മുറിച്ചു വെച്ചോ. ഓക്കെ. ചുരുങ്ങിയത് ഒരു 11 മണിക്കൂർ ഓട്ടി മുറിച്ചിട്ട പ്രാവാണ്. ഇതിപ്പോ അടുത്ത വർഷത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചല്ലേ? ഓ, സുഖമായിട്ട്. അടുത്ത വർഷത്തേക്കുള്ള പ്രാവാണ് കേട്ടോ. ഇതിപ്പോ ഈ അടുത്ത സൈഡിൽ നിൽക്കുന്ന പ്രാവ് കേട്ടോ. ഒരു കാട്ടൻ ടച്ചില് 2 കാട്ടൻ ടച്ച് തന്നെയാണ്. ഒരു പക്ക കാട്ടനത്തിന് വന്നിട്ടുണ്ട് ഈ പ്രാവ്. ഒന്നൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്ത് ചെയ്യാ, അടുത്ത കുറച്ച് പ്രാവുകളോട് ഉണ്ട്, അതിന് പരിചയപ്പെടാം. ഇത് നമ്മളെ 2 ലൈനേജ് പ്രാവാ. ഈ പ്രാവിന്റെ അച്ഛനും അതൊക്കെ വീട്ടിലുണ്ട്. ബ്രീഡിംഗ് സെറ്റ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. വീഡിയോയില് മാക്സിമം നമ്മൾ കാണിക്കാൻ കഴിയുമോ നോക്കാം. ഈ പ്രാവ് ഒറ്റയ്ക്ക് പറഞ്ഞാണ്, ടൂർണമെന്റിലേക്കല്ല കേട്ടോ. ടൂർണമെന്റിലേക്ക് ഞാൻ ആകെ 4 പ്രാവുകളെ മാത്രം വെച്ച് കളിച്ചിട്ടുള്ളൂ. പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാരും കൂടി കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 2 വർഗത്തില് എല്ലാം ഒരു ടച്ച് ഉണ്ട്. പ്രാവ് 2 വേറെ വേറെ വർഗം ടച്ചില്ല. 2 കറക്റ്റ് വാൽക്കര ഒന്ന്. ഇത് കുറച്ച് ചോരത്തരി കൂടുതൽ, ഇതൊരു മഞ്ഞത്തരിയിലെ പ്രാവശ്യത്തെ പ്രാവാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ. ഇതിന് നമുക്ക് ഇനി അടുത്ത വർഷത്തേക്ക് ഈ പ്രാവ് ഫുള്ളായിട്ട് പറഞ്ഞതിനൊപ്പം ഒരു പ്രാവ് ഉണ്ടായിരുന്നു. ഞാൻ ടൂർണമെന്റ് തയ്യാറാക്കി എന്നുള്ള കണ്ടീഷനിൽ 8 മണിയൊക്കെ വിട്ടിട്ട് ഫിനിഷ് ചെയ്ത പ്രാവാണിത്. അതിന്റെ ഒപ്പം ഒരു പ്രാവ് ഉണ്ടായിരുന്നു, അതിനെ വാൽക്കനടിച്ച് അങ്ങനെ അത് മിസ്സായപ്പോ ഈ പ്രാവിനെ ഞാൻ അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ പിന്നെ ഈ പ്രാവ് ഒന്ന് ഏകദേശം ഇളകി റെഡിയായി തുടങ്ങിയപ്പോ ഇതിനൊപ്പം വിടാൻ പ്രാവില്ലാത്തപ്പോ ഈ പ്രാവിനൊന്നും കൂടി വിട്ടപ്പോ 2 കൂടി ഇപ്പൊ സെറ്റ് ആയിട്ട് 8 മണി പിടിച്ചിട്ട് മുറിച്ച് വെച്ച് പ്രാവശ്യത്തേക്ക്. ഇതിപ്പോ നമുക്കൊരു ഈ വർഷം 10 കൊല്ലം ഫുൾ ആയിട്ടുണ്ടോ ഈ പ്രാവ്? 10 കൊല്ലം ഫുള്ളായി. ഓക്കെ. എന്നിട്ട് നമ്മൾ 8 മണി പറഞ്ഞു, ഇപ്പൊ ഒരു 13:30 ഒറ്റ വിടലേ ബാക്കിയുള്ളൂ. നോക്കാനില്ല, ഒരു ചുറ്റിപ്പുറത്ത് നേരെ ഒരു ചുറ്റിപ്പല്ല, ഒരു പിന്നെ ഒരു 8 മണി കൂടി പിടിപ്പിക്കും. 8 മണി പിടിപ്പിക്കും. ഒരു 8 മണി വിട്ടാ പിന്നെ നമുക്ക് കൺഫേം ആയി ആ പ്രാവ് ഓക്കെ ആണ്. ഓക്കെ, നമ്മൾ കൂട്ടിൽ വന്നിട്ട് കാണിച്ചിരുന്നു. ഇതായിട്ട് ഇപ്പൊ നമ്മൾ കണ്ട പ്രാവ് വരുന്നത്. മനോഹര പ്രാവുകളൊക്കെ ഒന്നിനൊന്ന് ഓരോ പ്രാവ് എടുത്ത് അതിന്റെ ബോഡി സ്ട്രച്ചും കാര്യങ്ങളൊക്കെ നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോഡി പാറ്റുള്ള പ്രാക്കളാണ് കേട്ടോ. ഏകദേശം എല്ലാ പ്രാക്കളും ഇത് വാൽക്കര പ്രാക്കളല്ലേ 2ഉം. പക്ഷെ ഈ വാൽക്കര എന്ന് പറഞ്ഞാൽ ഇത് ചെമ്പനടിപ്പ് പ്രാവളാണ്. ഒരു ചെമ്പൻ ടച്ച് വരുന്നുണ്ട് ആ വാലിന്റെ. നമ്മള് പ്യൂർ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സബ്ജ വാലെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കത്തക വാലെന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ല അടിപൊളി 2 പ്രാക്കളാണ് കേട്ടോ. നമ്മ എന്താ ചെയ്യാ, ഇനി മൂപ്പര അടുത്ത കുറച്ച് വേർഡുണ്ട്, അതിനും കൂടി ഒന്ന് കാണിച്ചുതരാം. ഇത് മനോജേട്ടന്റെ വെള്ളക്കണ്ണിലുള്ള ഒരു പ്രാവാണ് കേട്ടോ. വെള്ളക്കണ്ണിൽ ഇത് നല്ല ഹൈറ്റല്ലേ പറവ മനോജേട്ട? ഇതിന്റെ നല്ല പറവാണ്. പിന്നെ ഇത് ഇവിടെ കുഞ്ഞിനിറക്കി തന്നെ. ഇത് അച്ഛനും അമ്മയൊക്കെ കയ്യിലുണ്ട്. ഇതില് ഈ സെറ്റില് ഇങ്ങനെ തന്നെയാണോ വെള്ളക്കണ്ണിൽ തന്നെയാണോ പ്രാവ് വിരിയണേ, അല്ലെങ്കിൽ പല കണ്ണിലും വരും? പല കണ്ണിൽ വരും. നേരത്തെ കാണിച്ചെന്ന വൽക്കറുപ്പ് അത് അതിന്റെ അഞ്ചനാണ് ഈ പ്രാവ്. അഞ്ചനാണ്. അപ്പൊ മഞ്ഞക്കണ്ണ് വിരുന്നുണ്ട്, വെള്ളക്കണ്ണ് വിരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ പ്രാവിനെ പിന്നെ നമ്മൾ ടൂർണമെന്റ് വല്ല വിട്ടിട്ടില്ല. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പെങ്ങളുണ്ട്, അടിപൊളിയാ. ഇതിന്റെ ഒരു ഫീമെയിലും കൂടി വർഗത്തിൽ തന്നെ. ഇതിപ്പോ നമ്മൾ കണ്ട അതില് വന്ന വെള്ളക്കണ്ണിൽ തന്നെ വന്ന ഫീമെയിൽ അല്ലേ? ആ ഒരു സെറ്റ് പ്രാക്കളാണ്.
ഇത് ഒരു ക്ലച്ചിലെ കുട്ടികളെ രണ്ടും? അതെ. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ ഫീമെയിൽ അങ്ങനെ നമ്മൾ ഓട്ടിയോ? ആ ഫീമെയിൽ ഓട്ടി. ഇത് എത്ര മണിക്കൂർ ഓടിപ്പോ നമ്മള്? ഒരു 8 മണിക്കൂർ പറപ്പിച്ചു. കൊഴിച്ചിലായപ്പോഴേ കൊഴിച്ചിലായപ്പോ സ്റ്റോപ്പ് ചെയ്ത്. ഈ പ്രാവശ്യം കുറച്ച് കൊഴിച്ചിൽ എല്ലായിടത്തും കൂടുതലാണ്. അസുഖങ്ങളും കൊഴിച്ചിലും ക്ലൈമറ്റിന്റെ ഈ ഓക്കെ ഓക്കെ. അപ്പൊ ഇതായിട്ട് വെള്ളക്കണ്ണില് ഒരു സെറ്റായിട്ട് ആംഗ്ലം മംഗളമാണ് ഒരു സെറ്റായിട്ട് ഇത് നിൽക്കുന്ന പ്രാവ് നിലവിലെ കൂട്ടില്. അതില് ഫീമെയിലിനെ വിട്ടു ഇതിനെ വിടാൻ നിർത്തി വെച്ച പ്രാവാണ് കേട്ടോ ഈ പ്രാവിനെ മെയിലിനെ. ഓക്കെ, നമ്മളെന്ത് ചെയ്യാം, അടുത്ത പ്രാവിനെ നിർത്തി കാണിച്ചു തരാം. അപ്പൊ ഇത് മനോരഞ്ജി നമുക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു സുറുമപ്പുള്ളിയിൽ പെട്ട പ്രാവാണ്. ഇതിപ്പോ ഒരു ക്ലച്ചിലെ കുട്ടികളാണോ? രണ്ട് ക്ലച്ചില് വേറെ പ്രാക്കളാണ്. ഇതിന്റെ അച്ഛനമ്മന്റെ കയ്യിലില്ല. ഇത് നമ്മളെ വേണ്ടപ്പെട്ട ഒരു സ്നേഹത്തിന് വേണ്ടിട്ട് കൊടുത്തതാണ്. കുഞ്ഞാടുക്കാൻ കൊടുത്തതാ? കുഞ്ഞാടുക്കാരല്ല, അവർക്ക് അങ്ങനെ വിലക്ക് കൊടുത്ത പ്രാവാണ്. ഇത് ഫീമെയിൽ ആയിരുന്നേ? ഇത് ഫീമെയിലാണ്. ഇതിപ്പോ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വാൽക്കരയിലെ രണ്ടാമത്തെ പ്രാവ് കാണിച്ചത് ആ പ്രാവിന്റെ ഒപ്പം പിരിഞ്ഞ കുഞ്ഞാണ്. എന്നല്ലേ രണ്ട് വർഗത്തില് പ്രാവ് വരുന്നത്? രണ്ട് കളറില് മിക്കവാറും ഇവിടെ 2 ആണ് 2 പെണ്ണ് അങ്ങനെയൊക്കെ വരിക. കൂടുതൽ അങ്ങനെ വരിക. ഓക്കെ, നമ്മള് പിന്നെ ഇത് പറത്തി വെച്ച പ്രാവാ ഈ 2 അതില് ഈ പ്രാവ് പറത്തി വെച്ചെന്ന് പറയാൻ പറ്റൂല. പ്രാവ് എപ്പോഴും ഇരുട്ടിൽ കയറുക ഈ പ്രാവ്. വൈകുന്നേരം എപ്പോഴെങ്കിലും അൺലിമിറ്റഡ് ഉരുണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനറാക്കി നിർത്താൻ വേണ്ടി നമുക്ക് രാത്രി പ്രാവളെ കയറ്റാൻ പറ്റും. അത് കറക്റ്റ് ആയിട്ട് നിൽക്കും ചെയ്യും, പ്രാവ് കാണും ചെയ്യാം. മഞ്ഞക്കണ്ണിലാണോ നൈറ്റിക്ക് ഓവർ കൺട്രോൾ വരുന്നത്? അങ്ങനെ ഞാൻ അങ്ങനെ നൈറ്റിൽ കളിക്കാത്തതിന് പേരിൽ അതിനെ പറ്റി വലിയൊരു കൂടുതൽ അറിയില്ല. ഒരു 2 പ്രാവശ്യമൊക്കെ വിട്ടു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ, അറിയാത്തവരല്ലോ. നമ്മളെന്ത് ചെയ്യാന്നാലും ഈ കൂട്ടിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട പ്രാവള് കാണട്ടോ, ഇത് ജോഡിയൊന്നല്ലോ, ഇങ്ങനെ ആണും പെണ്ണുമായിട്ട് വരുന്ന പ്രാവാണ്. നല്ല അടിപൊളി ഒരു സുർമപ്പുള്ളി സെറ്റായിട്ട് കാണട്ടോ നമുക്ക്. ഇതിനെ 2 ദസ്തമുട്ടിയൊക്കെ പ്രാക്കളാണ് അല്ലെ, മസ്ത് പിടിച്ച് എടുക്കാനല്ലേ പ്രാക്കളൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ മനോജേട്ടന്റെ പറത്തുന്ന പ്രാവളെ മൊത്തം നമ്മൾ കണ്ടുട്ടോ. കൂടുതൽ പ്രാവില്ല, ഉള്ള പ്രാവ് നല്ല ബെസ്റ്റ് പ്രാക്കളാണ് മൂപ്പര് സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പൊ ഇനി നമ്മൾ മൂപ്പര് ബ്രീഡിംഗ് സെറ്റൂടെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കട്ടോ. അപ്പൊ പിന്നെ ബ്രീഡിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൽ പ്രാവ് സെയിലുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ള പ്രാവ് പറഞ്ഞാൽ ഒരു 15-20 പ്രാവിന്റെ ഉള്ളിലുള്ള പ്രാവുകളേ ഉള്ളൂ. എല്ലാതും മൂപ്പര് പറത്തി സെറ്റാക്കി റിസൾട്ട് ഉള്ള പ്രാക്കളെ വെച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മളിതാ പിന്നെ മനോജേട്ടന്റെ ബ്രീഡിംഗ് സെറ്റപ്പിന്റെ അടുത്തപ്പുള്ളത്. അപ്പൊ ഇവിടെ കുറച്ച് ഫീമെയിൽസിനൊക്കെ മാറ്റിയിട്ടുണ്ട്. കയറി വരുമ്പോ തന്നെ കുറച്ച് പ്രാവളൊക്കെ ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അടിയിൽ കുറച്ച് പെൺപ്രാവൾ. ഇത് ഫുള്ള് പെൺപ്രാവളല്ലേ മനോജേട്ടാ? ഇതൊക്കെ പെൺപ്രാവളല്ലേ നമ്മൾ മാറ്റിട്ട്? ഇതൊക്കെ ഇപ്പൊ നമ്മൾ അവിടെ പറന്ന് ഇപ്പൊ കാണിച്ച വർഗത്തിൽപ്പെട്ട പ്രാവല്ലേ ഉള്ളൂ അല്ലേ? അമ്മമാരൊക്കെയാണ്. ഓക്കെ ഓക്കെ. പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മൂപ്പരെ കൂടുതൽ പ്രാവൊന്നുമില്ല, കുറഞ്ഞ പ്രാവള് ബ്രീഡിംഗ് സെറ്റ് ഒക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവരെ ജോഡി ഇട്ടിട്ടില്ല ഇപ്പൊ നിലവിൽ, ഇപ്പൊ ജോഡിയൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാ, ഓരോ പ്രാവിനെയും ജോഡിയായിട്ട് മൂപ്പര് നമ്മള് കൂട്ടിലിട്ട് തരാനിട്ടുണ്ട്, അതിനെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമ്മള് കൂട് വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെയായിട്ട് കൂട് വരുന്നത്. ഇതൊക്കെ കള്ളിക്കൂടില്ലേ, ഇരുമ്പിന്റെ കള്ളിക്കൂടായിട്ടാണ് വരുന്നത്. പിന്നെ അപ്പൊ ഒരു പിന്നെ ഏകദേശം ഇത് 9 കള്ളിക്കൂട്, ഇവിടെ ഒരു 10 കള്ളിക്കൂടും അല്ലെ, 10 കള്ളിക്കൂട്. ഇത്ര കൂട് ബ്രീഡിംഗ് സെറ്റിലുള്ളൂ കേട്ടോ. പിന്നെ മെയിൽ പ്രാവളൊക്കെ മാറ്റിയിട്ടിട്ട് ഫീമെയിൽസിനൊക്കെ അങ്ങോട്ട് എടുത്തിട്ടാണ്. അപ്പം എന്ത് ചെയ്യാ, ഓരോ ജോഡി സെറ്റ് ആക്കിയിട്ട് കാണിച്ചുതരാം. ഫസ്റ്റ് കാണിച്ച 3 കൊല്ലം പറന്ന പ്രാവിന്റെ അച്ഛൻ പ്രാവ് കണ്ണുതാ, ഇതാ കണ്ണ് വരുന്ന പ്രാവിന്റെ. നമ്മൾ എന്ത് ചെയ്യാ, ഈ കൂട്ടിലിട്ട് അതിന്റെ അത് മൊത്തമുള്ളൊരു ഇത് കാണട്ടെ. വ്യൂ ചെറുകില്ലല്ലോ പ്രാവിന്? ഇതാട്ടോ നമ്മള് കണ്ട പ്രാവ്. ഇതിന്റെ ഫീമെയിലും കൂടി എടുത്തിട്ട് ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് തൊഴിച്ചില്ലാണ് അല്ലേ പ്രാവ്? തൊഴിച്ചില്ല. ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് അവിടെ കാണിച്ച 2 സബ്ജക്ട് സെറ്റ് കുഞ്ഞന്മാരെ നമ്മൾ പറത്തുന്ന പ്രാവിനെ നമ്മൾ കാണിച്ചു. അതിൽ പെട്ട ഒരു പ്രാവില് ഈ ജോഡിയിൽ ഒരു സെറ്റില് മെയിൽ മാറ്റണ്ട് അല്ലേ? ഓക്കെ. ഇതാട്ടോ പ്രാവ്, നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. എന്റെ കുട്ടികളിപ്പോ 3 കൊല്ലം തുടർച്ചയായിട്ട് പറത്തുന്നുണ്ട് അല്ലേ? ഓക്കെ. അതില് പ്രൈസും ഉണ്ട് കേട്ടോ, പറത്തുന്നത് മാത്രല്ല പ്രൈസിലും 22-25 അത്യാവശ്യം നല്ല ടൈമിങ്ങും കൊടുക്കുന്ന ഒരു വിശ്വസ്തരായിട്ടുള്ള ഒരു വർഗം പ്രാവാണ് കേട്ടത്. ഇതിപ്പോ പിന്നെ പഴയ ലൈനേജ് പ്രാവാണ്, വെള്ളക്കണ്ണില്. ഞാൻ അവിടെ വെള്ളക്കണ്ണ് കാണിച്ചിട്ടുണ്ട്. ആ വെള്ളക്കണ്ണ് അതല്ല, ഫസ്റ്റിലേക്ക് പറന്നു വന്ന ഒരു വെള്ളക്കണ്ണില് വെള്ളക്കണ്ണ് പ്രാവ്, അതിന്റെ കുഞ്ഞൻ പ്രാവാണത്. ഈ പ്രാവ് കേട്ടോ സുർമപ്പുള്ളിയിലാണ്ട് വെള്ളക്കണ്ണ് വന്നേ. ഇതുണ്ടല്ലേ, അടിപൊളി
കണ്ണാണ് ഈ പ്രാവിന്. ഇതിന്റെ ജോഡി തന്നെ മഞ്ഞത്തരി അല്ലേ? അതെ, ചോരത്തരിയുള്ള മഞ്ഞക്കണ്ണൻ പ്രാവാണ്. ഇതിന്റെ കുഞ്ഞനാണ് അവിടെ കാണിച്ചെന്ന സുർമ്മപ്പുള്ളി പ്രാവ്, ഒരു വാൽക്കർപ്പിലൊരു പ്രാവ്, അത് രണ്ടും ഇതിന്റെ കുഞ്ഞന്മാരാണ്. ഓക്കെ, നമ്മൾ ഒരു സെറ്റ് പെൺപ്രാവിൽ വിടുന്ന കൂട്ടത്തില് ഒരു സെറ്റില് പെൺപ്രാവ്, ഒരു സെറ്റില് സുർമ്മപ്പുള്ളി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാട്ടോ നമ്മൾ കണ്ട ജോഡി. ഇത് മൂപ്പര രണ്ടാമത്തെ മെയിൻ വർഗം പ്രാവ് അല്ലേ? അതെ. ഈ പ്രാവ് കൊത്തുകൂടിയായിട്ട് അതിന്റെ കണ്ണിന് ചെറിയൊരു ഇത് കണ്ണിനല്ല ചെവിന്റെ ഭാഗത്തിട്ടു ചെറിയൊരു മുറി വെയിൽ വിളിക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. ഭയങ്കര നീള പ്രാവ്, നല്ല ലെങ്ത് ഉണ്ടല്ലേ പ്രാവ്. പിന്നെ അതേമാതിരി തന്നെ ബോഡി ചെറിയ ബോഡിയാണ് ഒന്ന് അല്ലേ? ഇത് ഹൈറ്റിൽ തന്നെയല്ലേ നമ്മളെ ഇതിന്റെ കുഞ്ഞന്മാര് പറ പറഞ്ഞേ? വെള്ളക്കണ്ണിൽ വരുമ്പോ ഒരു ഹൈറ്റ് കുറവാന്നാണ് എല്ലാവർക്കും ഒരു മൈൻഡ് വരുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സെറ്റ്. നമുക്ക് മൂന്നാമത്തെ സെറ്റ് കൂടി പരിചയപ്പെടാം. ഇപ്പൊ നമ്മൾ ഇനി അടുത്ത് പറഞ്ഞ മൂപ്പരെ മെയിൻ പിന്നെ ടൂർണമെന്റ് ഫസ്റ്റും ഇലക്ഷൻ ടൂർണമെന്റും ബൈക്ക് ടൂർണമെന്റും ഒക്കെ പ്രൈസ് ഫസ്റ്റ് പ്രൈസ് അല്ലേ? ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കൊടുത്ത പ്രാവാണ്ടത്. ഇതും വെള്ളക്കണ്ണിലാണ് കേട്ടോ. വെള്ളക്കണ്ണിന്റെ ആശാനം തന്നെ കേട്ടോ. വെള്ളക്കണ്ണില് ചരിത്രവും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ പ്രാവ് വരുന്നത്. ഇതിപ്പോ നമ്മൾ നിലവില് സെറ്റ് ഇട്ടതാ ചേട്ടാ? ഇല്ല, ഇത് ഇങ്ങനെ തന്നെ നിർത്തിയാ? ഇതിനങ്ങനെ നിർത്തിയതാണ്. ഇപ്പൊ സെറ്റ് ഇടാൻ പ്ലാനിങ് ഉണ്ട് അതില്? പ്രാവശ്യം സെറ്റ് ഇട്ട് കുഞ്ഞെടുക്കണം. സെറ്റ് ഇടണം. അപ്പൊ നിങ്ങൾ സെറ്റും കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വയം സെറ്റ് ചെയ്യലാണ്? അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കണ്ണും കാര്യങ്ങളും നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ പറപ്പിച്ച് നോക്കിയിട്ട് ആ പറക്കുന്ന ലൈന് തമ്മിൽ തന്നെ സെറ്റ് ഇടാം? ഒരേ അങ്ങനല്ല, കുഞ്ഞന്മാരെ പറക്കുണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് പിന്നെ പൊട്ടിക്കൂല. സെറ്റ് പൊട്ടിച്ച് അടുത്ത സെറ്റ് കയറ്റി വെക്കും. ഏതിനാണോ ക്ലിക്കാണ് അതില് നമ്മൾ സ്ഥിരം സെറ്റ് ആക്കി മാറ്റും. അപ്പൊ നമ്മ എന്ത് ചെയ്യാ, ഈ പ്രാവിനെ കമ്പ്യൂട്ടറിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കല്ലേ? സുർമ്മപ്പുള്ളി ഏട്ടനാണ്. ഇതുപോലെ ഏട്ടനാണ് കേട്ടോ ഈ പ്രാവ്. നമ്മൾ ആദ്യം കാണിച്ച സുർമ്മപ്പുള്ളി ഇതിന്റെ ഏട്ടനാണ്. രണ്ടും നല്ല ലെങ്ത് ഉള്ള പ്രാക്കളാണ് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ആ മെയില് വരുന്ന വെള്ള. ഇത് പിന്നെ മനോഹരന്റെ അടുത്തൊരു സെറ്റിലെ മെയിൽ പ്രാവില്ല ഇത് പറഞ്ഞേ? ആദ്യം കാണിച്ച രണ്ട് വെള്ളക്കണം ബിൽഡിങ്ങിന്റെ മുകളില് വെള്ളക്കണ്ണന്മാരെ കാണിച്ചു, അതിന്റെ അച്ഛന്. അപ്പൊ ഇതില് പിന്നെ കണ്ണ് വരുന്ന ഈ കണ്ണിലാണ് കേട്ടോ. ഇത് പെൺപ്രാവ് വെള്ള കണ്ണിലാണ് വരുന്നത്. ശൈലി ഇങ്ങനെ വരുന്നുണ്ടല്ലേ? അങ്ങനെ വരും, ഈ കണ്ണിലും വരും, അല്ലാതെ പെൺപ്രാവിന്റെ കണ്ണിലും വരും. ഇതിന്റെ സെറ്റ് നമ്മൾ ഇതൊക്കെ പ്രാവ് അത്യാവശ്യം ലെങ്ത് ഉള്ള പ്രാവുകളാണ് നമ്മള്. ഇതല്ലേ ഒരു പ്രത്യേക വാല് ലെങ്ത് വരുന്ന പ്രാവാണ് കേട്ടോ. ഇവരെ പറവൊക്കെ എങ്ങനെ ഇങ്ങനത്തെ ഇതില് സ്റ്റേഡിയം ആണല്ലേ ഹൈറ്റില്? ഇത് പച്ചത്തരി ഉള്ള പ്രാവ് അല്ലേ? ഇതോടെ വരുന്ന കണ്ണ്. ഇതിങ്ങനെ നമ്മൾ സെറ്റില്ലേ? ഈ സെറ്റിലാണ് ഇപ്പൊ നമ്മൾ അവിടെ കാണിച്ച 3 കുഞ്ഞന്മാരല്ലേ? ഇതാട്ടോ ഒരു ജോഡി. അപ്പൊ ഇത് മൂന്നാമത്തെ ജോഡിയാണ് കേട്ടോ. പിന്നെ മനോഹരന്റെ ഒക്കെ എണ്ണം പറഞ്ഞ സെറ്റാണ്. ഒരു സെറ്റ് നമുക്ക് മോശം പറയാനില്ല, എല്ലാം അടിപൊളി പ്രാവളാണ് കേട്ടോ. എല്ലാ പിന്നെ നിങ്ങൾ ഈ കുഞ്ഞന്മാരൊക്കെ എന്താണ് സെയിലിട്ട് കൊടുക്കേണ്ടത്? സെയിലിനുള്ള കുഞ്ഞന്മാരുണ്ടായിട്ടോ? കുറച്ച് പ്രാവുള്ളൂ. കുഞ്ഞന്മാര് ഞാൻ അങ്ങനെ സെയിൽ കൊടുക്കില്ല. നമ്മൾ പറപ്പിച്ചിട്ട് ഏകദേശം നമുക്ക് ഓഫുള്ള പ്രാവള് കൊടുക്കും. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മള് അല്ലെ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന അല്ലെ? അതിൽ കൺഫേം എല്ലാം കൂടി പറപ്പിക്കാൻ പറ്റൂല, അതുകൊണ്ട് മാത്രം എക്സ്ട്രാ വരുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ലേ? അതന്നെ അതുകൊണ്ട് അപ്പൊ അത്യാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി അല്ലേ? നമുക്ക് ജസ്റ്റ് നമ്പർ കൊടുത്തില്ല, ആവശ്യക്കാരുണ്ടെ വിളിച്ചോട്ടെ, നിങ്ങൾ ബന്ധപ്പെട്ടോട്ടെ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ സെറ്റ്. നമുക്ക് അടുത്ത സെറ്റ് എടുത്ത് കാണിച്ചു തരാം. ഇത് പിന്നെ നമ്മളെ നാലാമത്തെ സെറ്റ് അല്ല, അതിപ്പോ നമ്മൾ ആദ്യം കാണിച്ച ഫീമെയില് നിങ്ങൾ സെട്ടിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ അവിടെ 2 സബ്ജക്ട്, രണ്ടാമത്തെ ഈ ഒരേ ഇതിൽ തന്നെ രണ്ടാമത്തെ സെക്ഷൻ കാണിച്ചത്. അമ്മ ഒന്നും അച്ഛൻ വേറെയും. അപ്പൊ അതിലൊക്കെ അമ്മ വരുന്നത് ഈ വർഗത്തിൽ തന്നെയാണ്. മെയില് മാത്രം മാറ്റം. ഇതില് നല്ല കണ്ണിന് നല്ല അടിപൊളി കണ്ണാട്ടോ ഈ മെയിലിന്റെ അല്ലേ? ഒരു കരിങ്കുത്തി വരുന്ന കണ്ണാണ്. നമുക്കത് ഈ ജോഡിന് ആ കൂട്ടിലൊന്ന് ഇട്ടെടുക്കും. അപ്പൊ ഇതാണ് നമ്മളിപ്പോ കണ്ട ജോഡി പ്രാവ്. ഇതിലും കൺഫേം ആയിട്ട് 11 മണിക്ക് ഇട്ട് പിടിച്ച പ്രാവാണ് കേട്ടോ നമ്മളവിടെ കണ്ടത്. സബ് ജോബൊക്കെ അടിപൊളി സെറ്റാണ്. മൊത്തത്തിൽ ഇപ്പൊ 5-ാമത്തെ സെറ്റാണ് നമ്മൾ കാണിക്കുന്നത്. 5-ാമത്തെ സെറ്റ്. അപ്പൊ കുറഞ്ഞ പ്രാവില് കൂടുതൽ പ്രാവൊന്നുമില്ല. വീണ്ടും ആവർത്തിക്കുന്ന വെച്ചാൽ കുറഞ്ഞ പ്രാവ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട്. വീഡിയോ ചെയ്യുന്ന എനിക്കുണ്ട്, അപ്പൊ മനോജേട്ടനുണ്ട്. കാരണം വെച്ചാൽ ടൈമിംഗ് ആക്കാൻ ബെസ്റ്റ്. ഒരു 2 ആളൊക്കെ ഉള്ള കൂടാണെങ്കിൽ നമ്മളൊരു 8-10 പ്രാവുമ്പോൾ നമ്മൾ കളിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഒരുപാട് വർഗം പ്രാവ് ഉണ്ടായിട്ട് കാര്യമില്ല, എയിമിലും കളിക്കാൻ കഴിയില്ല. മനോജേട്ടന് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടത്.
ഒക്കെ തേർഡ് പ്രൈസ് വിന്നേഴ്സ്. നമ്മളെ ലക്ഷം ടൂർണമെന്റിന്റെ ട്രോഫി സെന്ററിൽ വരുന്നത് സെന്ററിൽ അല്ലേ? പിന്നെ ബൈക്ക് ടൂർണമെന്റിന്റെ അതിന്റെ തൊട്ടടുത്തുള്ളത്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് പറത്തി റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ടീം ഉണ്ടായി. ലക്ഷം ടൂർണമെന്റിലൊക്കെ കാരണം ഒരുപാട് ടീമുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ വരുന്നൊരു മത്സരങ്ങളായിരിക്കും. അതിലൊക്കെ പ്രൈസ് നേടിയിട്ടുണ്ട്. പിന്നെ മനോജേട്ടാ, ഇപ്പൊ നമ്മൾ നിങ്ങളുടെ അടുത്തൊക്കെ കുറഞ്ഞ പ്രാവ കണ്ടേ, അതിന്റെ ഒരു കുട്ടൻസ് എന്താ? കുറഞ്ഞ പ്രാവാകുമ്പോ കൂടുതൽ പറത്താൻ കഴിയുന്നുള്ളൊരു ഇതുണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് കുറഞ്ഞ പ്രാവ് വെച്ചാണ്. പിന്നെ എല്ലാ ലൈനേജും കൂടി വെച്ച് കളിക്കാൻ പറ്റൂല. നിങ്ങളെ കാഴ്ചപ്പാടല്ലേ ഇപ്പൊ കൂടുതൽ പ്രാവ് വെക്കണമെങ്കിൽ നല്ലത് കുറഞ്ഞ പ്രാവിൽ വെച്ച് അതിൽ റിസൾട്ട് എടുക്കുകയാണ്. കുറഞ്ഞ പ്രാവാണ് ഏറ്റവും നല്ലത്. നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. മറ്റേ പ്രാവുകളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ ഒരാളൊക്കെയാണ് പ്രത്യേകിച്ചു നമ്മൾ എന്തൊരു അസുഖം എന്ത് കാര്യങ്ങൾ കുടുങ്ങി കഴിഞ്ഞാലല്ലേ, ഒരാളാവുമ്പോ ഒറ്റയ്ക്ക് നോക്കുമ്പോ അല്ലെങ്കിൽ ഒരേ മനസ്സുള്ള ആളുകളാവുമ്പോ മാത്രമേ പ്രാവ് ഒന്നുകൂടി പറക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പൊ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ വെച്ചാല് പിന്നെ പ്രാവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മനോജനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൂപ്പര് നല്ല വർഗം പ്രാവ് പറത്തിയ എക്സ്പീരിയൻസ് ഉള്ള വർഗത്തിൽ തന്നെ മൂപ്പര് പ്രാവിനെ സെറ്റാക്കി തരും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.